Hey guys, welcome to Nana Sisters YouTube channel. ഇതാരാ? നാന വന്നു. എല്ലാവരും വന്നു, പക്ഷേ നിങ്ങൾ ലേറ്റായി ഗൈസ്. ഇത്ര പഞ്ച്വാലിറ്റി ഇല്ലാത്ത ഒരാളാണ് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു വിശ്വസ്തമായ എന്ത് പറ്റി ലച്ചു? മേക്കപ്പ് ഒന്നും ഇടാത്തോണ്ടാണോ? താഴെയല്ല, തെങ്ങിനെ ഉള്ളു, വെയിലടിക്കാതിരിക്കാൻ വേണ്ടി. ആ അതെ. പക്ഷെ ഗുണമൊന്നും ഉണ്ടായില്ല. അതെ. എന്നിട്ട് അവസാനം അവളെ വേണ്ടി വന്നിപ്പോ. അങ്ങനെ കുറച്ച് കളിയാക്കലും ബഹളമൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ പണി തുടങ്ങി. ഡാൻസ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. സംഭവം നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ പോത്തീസിൻ്റെ ഒരു പുതിയ ബ്രൈഡൽ സെക്ഷൻ തുടങ്ങുന്നതിൻ്റെ ഇനാഗുറേഷനിൽ ഫസ്റ്റ് ഞങ്ങളുടെ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഒരു ക്ലാസിക്കൽ പെർഫോമൻസ് ആണ് അവർ പറഞ്ഞത്, കഥക്കും ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞു. സോ ഞാൻ കൊറിയോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരെയും കുറച്ച് പണി എടുപ്പിക്കുകയായിരുന്നു. ഞാൻ കുറേ നാൾക്ക് ശേഷം ഒന്ന് ദേഹം എനിക്ക് കളിച്ചത്. പക്ഷേ നല്ല എന്താ പറയുക, ഭയങ്കര നല്ല രസമായിരുന്നു ഗേൾസ് എല്ലാവരുമായിട്ട് പെർഫോം ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും. സെക്കൻഡ് ഡേ ഗോകുലിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പ്രാക്ടീസ്. ഫസ്റ്റ് ഡേ ഗോകുലിൻ്റെ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ദൈവം എൻ്റെ ഗേൾസിൻ്റെ ഇടയിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. ദൈവം നമ്മുടെ രാജ്യമ്മ. അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ മഴ തുടങ്ങി. അപ്പോൾ രാജമ്മയുടെ റെയിൻ കോട്ട് എൻ്റെ കൂടെ കളിക്കുന്ന ലച്ചുവിന് രാജമ്മ കൊടുത്തു. ഫുൾ സേഫാക്കി. അങ്ങനെ ഞങ്ങൾ ദോശയൊക്കെ ചുട്ട് രാജമ്മ തന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതേ അങ്ങനെ പോവാണ്. അടുത്ത ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്തത് ഒരു സ്റ്റുഡിയോ റെൻ്റ് എടുത്തിട്ടാണ്. നമ്മുടെ നന്ദൻകോടുള്ള GJ സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു പ്രാക്ടീസ്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ലച്ചുവിൻ്റെ കാളരാഗം കേൾക്കേണ്ടി വന്നു. വല്ലാത്തൊരു പാട്ടാണ്, കേട്ടൊരേ ചിരിയായിരുന്നു ഞങ്ങളെല്ലാവരും. അങ്ങനെ ഇന്നാണ് ഞങ്ങളുടെ പരിപാടി. സോ കോസ്റ്റ്യൂമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് എടുത്തത്, നൈനാസിന്ന്. പിന്നെ കുറച്ച് ലൂസായിട്ടുള്ളതൊക്കെ അകത്ത് ഇങ്ങനെ പിൻ ചെയ്ത് കറക്റ്റ് സൈസിനാക്കും. പിന്നെ ഞങ്ങളത് റെഡി ആവാൻ തുടങ്ങി. നമ്മളെല്ലാവരും സ്വന്തമായിട്ടാണ് മേക്കപ്പ് ചെയ്തത്. പിന്നെ ഞങ്ങളത് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി. അങ്ങനെ കുറച്ച് ലേറ്റായി, പക്ഷെ കറക്റ്റ് സമയത്ത് ഞങ്ങളവിടെ എത്തി. ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം. അങ്ങനെ പെട്ടെന്ന് എല്ലാവരും മാലയും കമ്മലൊക്കെ ഇട്ട് ഞങ്ങളങ്ങനെ സുന്ദരികളായിട്ട് ഇറങ്ങി. അങ്ങനെ ഞാൻ കാർ ഓടിച്ച് നമ്മളുടെ പോത്തീസിലെത്തി. ഞങ്ങളുടെ ആ പോത്തീസിൻ്റെ ഷോറൂമിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് പരിപാടി. നന്ദുവും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മ എൻ്റെ ഡാൻസ് കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ദേവി ചേച്ചി, അമ്മാമ്മ ഇല്ലാത്തൊരു പരിപാടി. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഞാൻ തളർന്നു വന്നിരിക്കുകയാണ്. ബാക്കിലൊരാൾ ശ്വാസം കിട്ടാതിരിപ്പുണ്ട്. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കൊറിയോഗ്രാഫി, പിന്നെ നിങ്ങൾ എല്ലാവരും 5 പേര് ഒറ്റപോലെ കളിച്ചു. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുത്തു. അതിലെനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാവരും ഫ്രണ്ടിൽ വന്ന് ആദ്യമായിട്ടല്ലേ കാണുന്ന പരിപാടി? ശ്വാസം വലിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു പറ? ഇഷ്ടപ്പെട്ടാ? ഗേൾസ് നിങ്ങൾ ഹാപ്പി അല്ലേ? ഓക്കേ. എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ്? അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് എല്ലാവരും വീട്ടിൽ പോയി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye guys.